A little left. Little more. Yeah, perfect. That'll give us more space. Okay. Thank you. എങ്ങനുണ്ട്? കൊള്ളാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമുക്കൊരു സോഫ സെറ്റിന് കുറവുണ്ടെന്ന്. ശരിയാ. I would never have thought of that. Genius. Coffee? വേണം. ബൈ ദ വേ മൂഡ് കോട്ട് നെക്സ്റ്റ് മന്ത് ആണെന്നാ സീതാറാം സാർ പറഞ്ഞത്. ഞാനും ഫിറോസും ആയിരിക്കും മിക്കവാറും. He's always partial towards you. അല്ലാതെ മിടുക്കുണ്ടായിട്ടല്ല. Come on, Arvind. I'm not ready, Diya. Okay. I can understand that about others, but മാളൂനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനാ? അവളും ആ പാസ്റ്റിന് റിമൈൻഡർ. I don't want to go there. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. 2 years, Arvind. തൽക്കാലം എനിക്ക് ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് മതി ഇനി ബാക്കിയെല്ലാം. ഡു യു ഹാവ് എ പ്രോബ്ലം? I do have a problem. കട്ടിയല്ലേ കൊച്ചച്ച? എടി എന്റെ കല്യാണ കൊച്ചച്ച. നിന്റെയോ? ഓ, ഞെട്ടുന്ന കേട്ട തോന്നും ഞാൻ ഒളിച്ചോടിന്നാ പറഞ്ഞതെന്ന്. ആരടി ആദഭാഗ്യൻ? പറയാം, പക്ഷെ നേരിട്ട്. ഒക്ടോബർ 2 റിംഗ് എക്സ്ചേഞ്ച്, നവംബർ 4 കല്യാണം. കൊച്ചച്ചൻ വരണേ കൊച്ചച്ച. 3 മാസം കൂടി ഉണ്ടല്ലോ. ഞാൻ അച്ഛന് കൊടുക്കാം. ഞാനടാ ഒത്തിരി കാര്യങ്ങളുള്ളതാ. 2 ആഴ്ച മുമ്പ് തന്നെ നീ എത്തിയേക്കണം. എനിക്കെല്ലായിടത്തും ഓടാൻ പറ്റില്ല. നീ വരില്ലേ? ചേട്ടാ വരുമ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടാവും. പാർട്ട്ണർ എന്ന് പറയുമ്പോ നിനക്കപ്പോ പഠിത്തത്തിന്റെ കൂടെ അവിടെ ബിസിനസ്സും ഉണ്ടോ? അതെ, പിള്ളേരൊക്കെ അപ്പുറത്തേക്ക് ചെല്ല്. മണി 10:30 കിടക്കാറായില്ലേ? ബൈ. നിന്നോടും കൂടാ. ലിവ് ഇൻ റിലേഷൻഷിപ്പ് കേട്ടിട്ടുണ്ടോ? ഗ്രേറ്റ് സെലക്ഷൻ. താങ്ക്സ്. എന്നാ പിന്നെ കിടക്കാം. അവനും ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ. ചോദിക്കാം. നീ പോയത് പിന്നെ നന്ദുവിന്റെ സൈക്കിളും ക്രിക്കറ്റ് സെറ്റും ഒക്കെ ആ മുറിയില്ല. ഞാൻ നിനക്കെന്നാ അവിടെ വിരിക്കട്ടെ? വേണ്ട ചേച്ചി, ഞങ്ങൾക്ക് എടുത്തന്നെ മതി. ഞാൻ എടുത്തോട്ടെ. ഗുഡ് നൈറ്റ്. സാറിന് അപ്രജർ പ്ലേസ് ചെയ്തിട്ടുണ്ട് സാർ.
ആ ചീറ്റിംഗ് കേസിൻ്റെ ഫയല് നാളെ എൻ്റെ ഓഫീസിലെത്തിക്കണം. ഞാൻ ഏറ്റവും മിസ് ചെയ്തത് ഈ ശബ്ദങ്ങളാണ്. ടൈംസിലല്ലേ? ആ HR ഈവനിങ് ക്ലാസ്സിൽ ഞങ്ങൾ ഒന്നിച്ച അങ്ങനെയുള്ള പരിചയം. ദിയയ്ക്ക് ജോലിയുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നു. പേരൻസൊക്കെ പൂനെയിൽ അച്ഛൻ എയർഫോഴ്സിൽ ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ്. ഞാൻ മീറ്റ് ചെയ്തിരുന്നു. ഞാൻ ഒഫീഷ്യലായിട്ട് കാണേണ്ടപ്പോൾ പറഞ്ഞാൽ മതി. പെൻഡിങ് കൂടുതലുണ്ടല്ലോ, പ്രോസസ്സിൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കണം. ചേട്ടാ ഞാൻ ഡാ, നീ എന്തിനാ ലീവ് എടുത്തതെന്നോ മാറി നിന്നതെന്നോ ഇവിടെ ആർക്കും അറിയില്ല, രാധികയ്ക്ക് പോലും. ജോലിയുടെ പ്രഷർ കൂടിയപ്പോൾ ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ചേർന്ന് മുല്ലമുട്ടുമാലയാ. അതൊന്ന് കാണിക്കും. നമുക്കൊരു താലിയൊക്കെ പണിയിക്കണ്ടേ? താലി, മംഗൾസൂത്രം. ആർക്കാ? അല്ല, ഒരു ചെറിയ ചടങ്ങ് നടത്തിയിട്ടെങ്കിലും നമുക്കിതങ്ങ് ഉറപ്പിക്കണം. ഇതിപ്പോ കല്യാണം കഴിച്ചോ ചോദിച്ചാ കഴിച്ചിട്ടില്ല, ഇല്ലേന്ന് ചോദിച്ചാ ഇല്ലെന്നങ്ങ് തീർത്ത് പറയാനും പറ്റുന്നില്ല. മാളൂന്റെ ചെറുക്കൻ കൂട്ടോടാണെങ്കിലും ആരാ എന്താന്നൊക്കെ പറയണമെങ്കിൽ. വേണ്ട മോനെ, 1 മണിക്കൂർ മുമ്പ് നീ തന്നെ വന്നു. മുരളിയുടെ സാറേ, ഞാൻ കാല് പിടിക്കാം, ഇവിടെ ആരോടും ഇത് പറയരുത്. മുരളിയുടെ പെങ്ങളാണെന്നറിഞ്ഞാൽ ഇവിടുന്ന് എന്നെ പറഞ്ഞു വിടും. സാററിഞ്ഞാണാൻ വഴിയില്ല. മിനിഞ്ഞാന്ന് അപ്പീലിന് വിധി വന്നത്. ചേട്ടൻ്റെ ജീവപര്യന്തം ഹൈക്കോടതി ശരിവെച്ചു. അത്രയൊക്കെ പോരെ സാറേ നിങ്ങൾക്ക്? ഇപ്പൊ എനിക്ക് വീടില്ല, അത് വിറ്റിട്ടാ കേസിന് പോയത്. പക്ഷെ നിങ്ങളെ പോലുള്ള വലിയ ആൾക്കാരെ തോൽപ്പിക്കാനുള്ള ആവതൊന്നും ഞങ്ങളുടെ കൊച്ചു വീടിനില്ലല്ലോ സാറേ. ചാകാൻ പേടിയാ, അതുകൊണ്ട് ജീവിച്ചല്ലേ പറ്റൂ. ചതിക്കരുത്. ഇഷ്ടമായി? അത് കാണിച്ചു. മെഡലിന് വേണ്ടിയിട്ടോ പ്രൊമോഷന് വേണ്ടിയിട്ടോ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടോ എന്തിനും ആവട്ടെ, അതൊന്നും ഞാൻ കാണേണ്ട ആകാശത്തിനും ഞാൻ കൊള്ളേണ്ട കാറ്റിനും പകരാവില്ല സാറേ. എൻ്റെ അനിയത്തിയുടെ ഭാവിക്ക് പകരാവില്ല, എനിക്കുണ്ടാവാമായിരുന്ന കുടുംബത്തിന് പകരാവില്ല. സാറ് പോ സാറേ, പോയി സുഖമായിട്ട് ജീവിക്കുക.
യൂസഫ് സാറിനെ കണ്ടപ്പോൾ അങ്ങേര് തൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പ്രൊമോഷൻ ലിസ്റ്റ് ഉടനെ ഇറങ്ങും. തൻ്റെയും നമ്മുടെ വിനീത് ജേക്കബിൻ്റെയും പേരാ വന്നിരിക്കുന്നത്. അവർ പക്ഷേ തൻ്റെ അത്ര സർവീസ് ഇല്ലല്ലോ. സാറോടൊന്ന് പറയണം. ഗവൺമെൻറ് സൈഡിൽ നമുക്ക് ആളുണ്ട്. ട്രിവാൻഡ്രം തന്നെ കിട്ടിയ മോർ ഹാപ്പി. എന്താടോ ലേറ്റായേ? തൻ്റെ മിമിക്രി കാണാമല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ വന്നത് തന്നെ. അയ്യോ, മിമിക്രി തന്നെ ആയിരുന്നു സാറേ. നമ്മുടെ സുബ്രഹ്മണ്യം കമ്മീഷന് മുൻപിൽ റിപ്പോർട്ട് സമർപ്പിക്കല്. സിറ്റിക്കാർക്ക് എന്താണോ റൂറൽ കാര്യം? എക്സ്ക്യൂസ് മീ സർ. സാർ അല്ല സാർ, അലക്സ് സാർ ഇപ്പോൾ കോർട്ടിൽ വെച്ച് നമ്മുടെ പൂജപ്പുര ജയിലർ സെബാസ്റ്റ്യനെ കണ്ടിരുന്നു. സാറിൻ്റെ ബ്രദർ ഇന്ന് മുരളിയെ കാണാൻ ജയിലിൽ ചെന്നിരുന്നു. ഒരു 3/4 മണിക്കൂർ മുമ്പ്. അതിന് അവനിപ്പോൾ എൻ്റെ ഫാമിലിയുടെ കൂടെ നാളത്തേക്ക് ഗോൾഡ് എടുക്കാൻ പോയിരിക്കുകയാണല്ലോ. അല്ല സാർ, അവർ തമ്മിൽ കണ്ടു. 10-20 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു. ഇറങ്ങുന്ന വഴി അരവിന്ദ് സെഷൻസ് ജഡ്ജ് ബാലകൃഷ്ണൻ സാറുമായി അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫോണിലൂടെ സംസാരിക്കുന്നത് സെബാസ്റ്റ്യൻ കേട്ടു. പുള്ളി ഡൗട്ട് അടിച്ച് എന്നോട് ചോദിച്ചത്. ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ പ്രതിയെ കാണാൻ ജയിലിൽ ചെല്ലുക എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു. പെട്ടെന്ന് ഇവിടെ പോവാനുണ്ടെന്നും പറഞ്ഞ് അവൻ കാറുമായിട്ട് അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ ഊബർ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. അത്രയും ഗോൾഡ് നിങ്ങളുടെ കയ്യിലുള്ളത് അവൻ അറിയില്ലായിരുന്നു. ഇഡിയറ്റ്. എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞേയില്ല. ഇല്ല. എന്താ ഏട്ടാ? ആ പെണ്ണോ ഇവിടെ ഉണ്ട്. ദിയ, എന്താ ചേട്ടൻ. ഹലോ, ഇല്ല, എന്നോട് പറഞ്ഞില്ല. നമ്മളൊരു തരം ത്രെട്ടണിങ് ലെവലിൽ പറഞ്ഞുകൊണ്ടാ അന്ന് അയാളങ്ങനെ സൈലന്റ് ആയത്. ഇനി അങ്ങനെ ആവണമെന്നില്ല. കോടതി വിധി വന്ന് 2-ാം ദിവസം മുരളിയെ ജയിലിൽ പോയി കാണണമെങ്കിൽ, ജഡ്ജിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ എവിടെയോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട് സാർ. പക്ഷേ ഇതിപ്പോൾ അരവിന്ദന്റെ കയ്യിൽ മുരളിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകളൊന്നുമില്ലല്ലോ. ഒരു ചന്ദ്രൻപിള്ള ഉണ്ടല്ലോ എവിടെയോ. സാർ, ഇയാളിപ്പോൾ എവിടെയുണ്ട്, എവിടെയൊക്കെ പോകുന്നു, ആരെയെല്ലാം കാണുന്നു, ആരെയെല്ലാം വിളിക്കുന്നു, എല്ലാ ഡീറ്റെയിൽസും അപ്പനെ അറിയിക്കണം. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. സാർ, എല്ലാം നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കണമെന്ന് പറയണ്ടല്ലോ. സാർ.